ഇപ്പോൾ ലഭ്യമായ ഒരു വാർത്തയിലേക്ക് കടക്കുകയാണ്. അടിമാലിയുടെ വിവിധ മേഖലകളിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. സർക്കാർ ഹൈസ്കൂളിന് സമീപം മരം ഉൾപ്പെടെ റോഡിലേക്ക് പതിച്ചു. പാതയോർ നിർത്തിയിട്ടിരുന്ന ജീപ്പിന് മുൻഭാഗത്തേക്കാണ് മണ്ണ് വീണത്. മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന നടപടികൾ പുരോഗമിക്കണം. ഒപ്പം തന്നെ കോയിക്കുടി ജംഗ്ഷന് സമീപം പപ്പട നിർമ്മാണ യൂണിറ്റിലേക്കും കെട്ടിടത്തിന് പിറകിലെ മൺതിട്ട ഇടിഞ്ഞു വീണ അപകടമുണ്ടായിരിക്കുന്നു. വാർത്തയിൽ കൂടുതൽ വിശദാംശങ്ങളുമായി അഖിൽ രാമചന്ദ്രൻ ചേരുകയാണ്. അഖിൽ, അടിമാലി മേഖലയിൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. ഇപ്പോൾ രണ്ടിടങ്ങളിൽ മണ്ണിടിഞ്ഞതായുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? നിതിൻ, ഇന്ന് വൈകുന്നേരത്തോടെയാണ് അടിമാലിയിൽ ഇപ്പോൾ രണ്ടിടങ്ങളിൽ മണ്ണിടിച്ചിട്ടുണ്ടായിട്ടുള്ളത്. സൂചിപ്പിച്ചത് തന്നെ അടിമാലി ടൗണിന് സമീപം ദേശീയപാതയിൽ സർക്കാർ ഹൈസ്കൂളിന് സമീപത്താണ് നേരിട്ടുള്ള മണ്ണിടിച്ചിട്ടുണ്ടായിട്ടുള്ളത്. ഈ മണ്ണിനൊപ്പം ഈ മരവും റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെ തുടർന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അല്പസമയം ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റും അതുപോലെ പ്രദേശവാസികളും എത്തി ഈ മരം മുറിച്ചു നീക്കി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ മണ്ണിടിഞ്ഞെത്തിയ ഭാഗത്ത് പാതയോരത്ത് ഒരു ജീപ്പ് നിർത്തിയിട്ടിരുന്നു. ആ ജീപ്പിന്റെ മുൻഭാഗത്തേക്കും ഈ മണ്ണ് വന്ന് വീണിട്ടുണ്ട്. ജീപ്പിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചുവെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും ഇപ്പോൾ ദേശീയപാതയിൽ ഗതാഗത തടസ്സമില്ല. മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മറ്റൊരു സംഭവം ഉണ്ടായത് അടിമാലി ടൗണിന് സമീപം തന്നെ ഈ കോഴിക്കോട് ജംഗ്ഷന് സമീപം ഒരു സ്വകാര്യ പപ്പട നിർമ്മാണ യൂണിറ്റിനുള്ളിലേക്ക് ഈ കെട്ടിടത്തിന്റെ പിൻഭാഗത്തെ മണ്ണിട്ട് ഇടിഞ്ഞ് മണ്ണ് വന്ന് വീഴുകയാണ് ഉണ്ടായത്. ഈ യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ മണ്ണ് വന്ന് ഇതിനുള്ളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെ തുടർന്ന് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരുന്ന യന്ത്ര സാമഗ്രികൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മറ്റു രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവരെയും അടിമാലി ഫയർഫോഴ്സ് എത്തി തുടർ നടപടി സ്വീകരിച്ചു. ആ മേഖലയിലെ ആളുകളോട് ജാഗ്രത പുലർത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടിമാലി മേഖലയിൽ ഈ സമയം മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ഇന്ന് പകൽ ഒട്ടാകെ മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അടിമാലി മാത്രമല്ല, അടിമാലി, മൂന്നാർ, മാങ്കുളം അടക്കമുള്ള മേഖലകളിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മണ്ണിടിച്ചിൽ ആശങ്ക വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഈ രീതിയിൽ അടിമാലിയിൽ രണ്ടിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രാദേശിക ഭരണകൂടങ്ങളടക്കം ജാഗ്രത പുലർത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളില്ല. ഈ ദേശീയപാതയിലെ ഗതാഗത തടസ്സം മാറ്റിയിട്ടുണ്ട്. നിതിൻ, ശരിയാകിൽ വളരെ വ്യക്തമാണ്. അടിമാലി മേഖലയിൽ രണ്ടിടങ്ങളിലാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞ ഗതാഗത തടസ്സമുണ്ടായത്. അടിമാലി ടൗണിന് സമീപം ദേശീയപാതയിൽ നേരിയ തോതിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. സർക്കാർ ഹൈസ്കൂളിന് സമീപം മരം ഉൾപ്പെടെ റോഡിലേക്ക് പതിച്ച സാഹചര്യം. പാതയോർ നിർത്തിയിട്ടിരുന്ന ജീപ്പിന് മുൻഭാഗത്തേക്കും മണ്ണ് വീണു. ഒപ്പം തന്നെ കോയിക്കക്കുടി ജംഗ്ഷന് സമീപം പപ്പട നിർമ്മാണ യൂണിറ്റിലേക്കും കെട്ടിടത്തിന് പിറകിലെ മൺതിട്ട ഇടിഞ്ഞു വീണ അപകടമുണ്ടായി. മണ്ണ് വീണതിനെ തുടർന്ന് യൂണിറ്റിലെ യന്ത്രസാമഗ്രികൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അഖിലായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത്.